ആദരണീയരായ കർഷക സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്നാണ് എനിക്ക് പറയാണ്ടിയിരുന്നത്. പക്ഷേ റബ്ബർ കർഷകരെ കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട് എന്നാണ് പറയാൻ തോന്നുന്നത്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട റബ്ബർ കർഷകരെ, നമുക്ക് അവകാശപ്പെട്ട ന്യായമായ കാര്യങ്ങൾ പോലും നടത്തിത്തരുന്നതിൽ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുലർത്തുന്ന അനാസ്ഥ നമ്മെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഓർക്കുക, റബ്ബർ കർഷകന് വേണ്ടി സംസാരിക്കാൻ ദീപിക എന്നൊരു ദിനപത്രം മുന്നിട്ടിറങ്ങി എന്നുള്ളത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. മലയാളത്തിൽ കർഷകന് വേണ്ടി സംസാരിക്കാൻ, കർഷകന്റെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ ഏതെങ്കിലും ഒരു ദിനപത്രത്തിന് ആർജവത്വമുണ്ട് എങ്കിൽ അത് ദീപിക ദിനപത്രത്തിന് മാത്രമാണ് എന്ന് അനുഭവത്തിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദീപികയുടെ ഉന്നതാധികാരികളെ ഞാൻ ഈ വിഷയത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ കർഷകന്റെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നമായി കരുതാൻ ഒരു ദിനപത്രം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് റബ്ബർ കർഷകർക്ക് ഏറെ പ്രത്യാശ പകരുന്ന വസ്തുതയാണ്. കർഷകർ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് 250 വരെയും വില ഉയർന്ന റബ്ബർ ഇതാ കുത്തനെ ഇടിഞ്ഞ് 180-ലും താഴേക്ക് വില പോയിരിക്കുന്ന സാഹചര്യത്തിലാണ്. പത്രത്തിൽ മാത്രമേ 180 വിലയുള്ളൂ എന്നും കൊടുത്താൽ എത്ര കിട്ടുമെന്നും കർഷകരായ നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. പ്രിയപ്പെട്ട റബ്ബർ കർഷകരെ, നമ്മളെ ഈ ഗതികേടിലെത്തിക്കാൻ ഇവിടുത്തെ ടയർ ലോബികളുമായി ഒത്തുകളിച്ചത് ഇവിടുത്തെ ഭരണകൂടത്തിലെ ശക്തികളാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ സാധാരണക്കാരന്റെ റബ്ബർ എടുത്ത് ഇവിടുത്തെ സംലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് പകരം നഷ്ടം സഹിച്ചും റബ്ബർ ഇറക്കുമതി ചെയ്യാന്, അതുവഴി ഇവിടുത്തെ കർഷകന്റെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്താൻ കൂട്ടുനിന്നത് സർക്കാരിന്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥ ലോബികളാണ്. 5000-6000 കോടി രൂപ ലാഭമുള്ള ടയർ ലോബികളോടൊപ്പം മത്സരിക്കാൻ കഴിയാത്ത കർഷകന്റെ അവകാശങ്ങളെ നിഷ്കരുണം ചവിട്ടിമെതിക്കുന്നത് കണ്ടിട്ട് വളരെ നിസ്സംഗതയോടെ നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളില് കർഷകർക്കുള്ള പ്രതീക്ഷ അസ്തമിച്ചു എന്ന് പറയാതെ നിവൃത്തിയില്ല. ഓർക്കുക, ഈ ഭരണകൂടങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ പല പദ്ധതികളും നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ വെച്ചതാണ്. ഒന്നാമതായി റബ്ബറിന്റെ സബ്സിഡി അഥവാ അതിന്റെ സംഭരണ വില 250 രൂപയെങ്കിലുമായി മിനിമം വർദ്ധിപ്പിക്കുക. അത് സർക്കാരിന് ചെയ്യാവുന്നതാണ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ശ്രീലങ്കയിലേക്ക് നോക്കുക, തായ്ലൻഡിൽ നോക്കുക, റബ്ബർ ഉൽപാദക രാജ്യങ്ങളിലൊക്കെയും നോക്കുക. എന്തുകൊണ്ടാണ് അവിടുത്തെ റബ്ബർ കർഷകർ റബ്ബർ കൃഷിയിൽ നിന്ന് പിന്തിരിയാത്തത് എന്ന് ചോദിച്ചാൽ, റബ്ബറിന്റെ ഉൽപാദന ചെലവ് മാത്രമല്ല, കർഷകന്റെ അധ്വാനത്തിനും അവന് മാന്യമായി ജീവിക്കാനും സാധിക്കുന്ന ഒരു താങ്ങുവില റബ്ബറിന് പ്രഖ്യാപിക്കാനും സബ്സിഡി നൽകാനും അവിടുത്തെ സർക്കാരുകൾക്ക് കഴിയുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കമുള്ള ശ്രീലങ്കയ്ക്കും തായ്ലൻഡിനും മറ്റ് റബ്ബർ ഉൽപാദക രാജ്യങ്ങൾക്കും കഴിയുന്ന കാര്യം എന്തുകൊണ്ടാണ് ആഗോളതലത്തിൽ സാമ്പത്തിക ശക്തിയായി 3-ാം സ്ഥാനത്തേക്ക് ഉയരുന്നുവെന്ന് നാൾക്കുനാൾ വമ്പ് പറയുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കർഷകനോട് മാത്രം ഇത്രമേൽ ലജ്ജാകരമായ അവഗണന സർക്കാർ പുലർത്തുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവമായി ചോദ്യം ചെയ്യേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം ഇതാണ്: റബ്ബറിന്റെ വില കർഷകന് എന്തെങ്കിലും മിച്ചം കിട്ടണമെങ്കിൽ അത് 300 രൂപയായി ഉയർത്തേണ്ടതാണ്. ഒരു 250 രൂപ മുതൽ 300 രൂപയ്ക്കുമിടയിൽ
റബ്ബറിന്റെ താങ്ങുവില പ്രഖ്യാപിക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. അതിന് കേന്ദ്ര സർക്കാർ വേണ്ട പിന്തുണ കേരള സർക്കാരിന് നൽകേണ്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കണക്ക് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇവിടുത്തെ വലിയ വൻകിട കുത്തക മുതലാളിമാരുടെ ലോൺ എടുത്ത തുക കിട്ടാക്കടമായി എഴുതി തള്ളിയത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 14 ലക്ഷം കോടി രൂപയാണ്. അതേസമയം ഈ റബ്ബറിന് 300 രൂപയാക്കണമെങ്കിൽ ഈ സർക്കാർ ലക്ഷം കോടിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു 2000 കോടി രൂപ നീക്കിവെച്ചാൽ റബ്ബർ കർഷകന്റെ ഈ ഗതികേട് പരിഹരിക്കാവുന്നതാണ്. ഉന്നത സമ്പന്നൻ വർഗത്തിൽപ്പെട്ട മുതലാളിമാർക്ക് വേണ്ടി 14 ലക്ഷം കോടി എഴുതിത്തള്ളാൻ തയ്യാറാകുന്ന സർക്കാർ റബ്ബർ കർഷകന് വേണ്ടി ചെറുവിരൽ അനക്കുന്നില്ല. അവന്റെ കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. രണ്ടാമതായി നമുക്ക് സർക്കാരിന്റെ മുമ്പിൽ വച്ച ആവശ്യം തന്നെയാണ്, റബ്ബർ കർഷകര് അവരുടെ റബ്ബർ തോട്ടത്തിലെ തൊഴില്, അത് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള റബ്ബർ തൊഴിലുകള് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വർഷം 100 തൊഴിലുറപ്പ് ദിനങ്ങൾ റബ്ബർ കർഷകൻ ഉറപ്പുവരുത്തി അവന് അതിന്റെ വേതനം നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബർ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമാകും എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. നമ്മൾ രണ്ടാമത്തെ ആവശ്യം അതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ റബ്ബറിന്റെ തൊഴിലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകനെ സഹായിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഈ റബ്ബർ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ആത്യന്തികമായി കർഷകരെ നന്നാക്കാനുള്ളതല്ല, അത് വ്യവസായങ്ങൾക്ക് പിന്തുണ കൊടുക്കാനുള്ളതാണ് എന്ന സത്യം നമ്മൾ വൈകിയാണ് അറിയുന്നത് എന്ന് തിരിച്ചറിയുക. റബ്ബർ ബോർഡ് പോരാ. കാരണം റബ്ബർ കർഷകന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയോ അവന് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയോ റബ്ബർ ബോർഡ് ഇന്നേ വരെ ചെറുവിരല് പോലും അനക്കിയിട്ടില്ല. അതിനുവേണ്ടി സർക്കാരിൽ വ്യക്തമായ പഠന റിപ്പോർട്ടുകളോ സമ്മർദ്ദങ്ങളോ റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതിനാല് റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു പ്രത്യേക ബോർഡ് ഇവിടെ സംസ്ഥാന തലത്തിൽ സ്ഥാപിക്കുകയും അതുവഴി ഇപ്പോൾ നമുക്കറിയാം കയറ് ഉൽപാദകർക്ക് വേണ്ടി കൊയർ ബോർഡ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. സമാനമായി വിവിധ തലത്തിലുള്ള തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ബോർഡുകൾ ഇവിടെ നിലവിലുണ്ട്. റബ്ബർ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ കർഷകർക്ക് വിശ്വാസം നശിച്ചതിനാല് റബ്ബർ കർഷകരെ പുനരുദ്ധരിക്കുക, സഹായിക്കുക, അതിനുവേണ്ട പഠനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിന്റെ പക്കൽ സമ്മർദ്ദ ശക്തിയായി മാറാൻ കെൽപ്പുള്ള ഒരു സംവിധാനം സംസ്ഥാന തലത്തിൽ രൂപം കൊള്ളണം എന്നതാണ് നമ്മുടെ ആവശ്യം. റബ്ബർ കർഷകന്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ പ്രിയപ്പെട്ടവരെ, കർഷകരായ നമ്മൾ സംഘടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കുറച്ച് നമ്മൾ സംഘടിക്കുകയും സമരം ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു ഉണർവ് വിപണിയിലുണ്ടായി. അത് വീണ്ടും തളർന്നു പോകുന്ന സാഹചര്യമാണ്. വീണ്ടും സംഘാതമായി നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതിന്റെ സൂചനയാണ്. അതിന് ദീപിക പത്രം തന്നെ നെടുനായകത്വം വഹിക്കുന്നു എന്നുള്ളതിൽ എനിക്കുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട് എന്ന് ഉറപ്പുള്ളതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ റബ്ബർ കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ചാക്കോ സാറിൻ്റെയും AKCCയുടെ ഗ്ലോബൽ ഡയറക്ടർ
ഫിലിപ്പ് കബീലച്ചൻ്റെയും ഒക്കെ പ്രഭാഷണത്തിലൂടെ നമുക്ക് കൂടുതൽ കരുത്തും ഊർജവും മുന്നോട്ട് നീങ്ങാനുള്ള ദിശാബോധവും ലഭിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും നന്മകൾ, ഭാവുകങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ. ജയ് ഭാരത്, ജയ് കിസാൻ.